ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു മലയാളം ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. ഒറ്റപ്പദം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഒറ്റപ്പദത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പോൾ ഒരുപാട് ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ എന്നത്തെയും പോലെ നമ്മളിങ്ങനെ എഴുതി പഠിച്ചു പോവാണ് കേട്ടോ. ആദ്യത്തെ ഒറ്റപ്പദം നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദത്തെ സംബന്ധിച്ചത്. വേദത്തെ സംബന്ധിച്ചത്. എന്താണ് വേദത്തെ സംബന്ധിച്ചത്? ആലോചിച്ച് നോക്കട്ടെ. ഞാനിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ നോക്കാം. വേദത്തെ സംബന്ധിച്ചതിന് എന്താ നമ്മൾ പറയാ? വൈദികം എന്നാണ് പറയാ. വേദത്തെ സംബന്ധിച്ചത് വൈദികം. ക്ലിയർ? രണ്ടാമത്തെ വേദജ്ഞാനമുള്ളവൻ. എന്താണ്? വേദജ്ഞാനമുള്ളവൻ. വേദജ്ഞാനമുള്ളവൻ എന്താണ് പറയാ? പറയാൻ കിട്ടുന്നുണ്ടോ നോക്കട്ടാ. അത് വൈദികനാണ് അല്ലെ. വൈദികൻ. അപ്പോ വേദത്തെ സംബന്ധിച്ചത് വൈദികം, വേദജ്ഞാനമുള്ളവൻ വൈദികൻ. ക്ലിയർ? ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ എന്തായിരിക്കും? ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ എന്താ പറയാ? ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ. ക്ലിയർ? ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ. എന്നാൽ രഘുവംശത്തിൽ ജനിച്ചവൻ എന്താണ്? രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവനാണ് കേട്ടോ. രാഘവൻ. രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ യദുവംശത്തിൽ ജനിച്ചവൻ എന്താണ്? യദുവംശത്തിൽ ജനിച്ചവൻ. എളുപ്പം കിട്ടും അല്ലെ. യാദവനാണ്. യാദവൻ. എന്താണ്? യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. നെക്സ്റ്റ്, ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ എന്ത് പറയും? ശൗരി. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ശൗരി. ഓക്കെ. ആശ നശിച്ചവൻ ഹതാശൻ. എന്താണ്? ആശ നശിച്ചവൻ ഹതാശൻ. ക്ലിയർ? ആശ നശിച്ചവൻ ഹതാശൻ. നെക്സ്റ്റ്, നിരാശയുടെ ഭാവം എന്താണ്? നൈരാശ്യം. നിരാശയുടെ ഭാവം നൈരാശ്യം. നെക്സ്റ്റ്, പാദം കൊണ്ടു പാനം ചെയ്യുന്നത്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്താണ്? പാദപം. പത്താമത്തെ വേർഡാണ് കുടിക്കാനുള്ള ആഗ്രഹം. എന്താണ്? കുടിക്കാനുള്ള ആഗ്രഹം. അതിനെ നമ്മൾ എന്താ പറയാ? പിപാസ എന്നാണ് പറയാ. അപ്പൊ നോക്കൂ, 10 നമ്മൾ ഡിസ്കസ് ചെയ്തു. വേദത്തെ സംബന്ധിച്ചത് വൈദികം, വേദജ്ഞാനമുള്ളവൻ വൈദികൻ, ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ, രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ, യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ, ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ശൗരി, ആശ നശിച്ചവൻ ഹതാശൻ, നിരാശയുടെ ഭാവം നൈരാശ്യം, പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം, കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പിപാസ, പാദപം അതൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉള്ള വാക്കുകളാണ്. അപ്പൊ നന്നായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. 2-3 തവണ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പിക്സുകളാണ്. അപ്പൊ ഇത് പക്ഷെ നമ്മൾ ആദ്യം എടുത്ത് തീർക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് റിവിഷൻ ഒരുപാട് തവണ അതിങ്ങനെ വായിക്കണം. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തെറ്റാനും ചാൻസ് കൂടുതലുണ്ട്. പിപാസയാണോ അല്ലെങ്കിൽ എന്താ പറയാ പിപഡിഷു ആണോ, അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ. കുടിക്കാനുള്ള ആഗ്രഹം നമ്മൾ പറഞ്ഞു എന്താണ്? പിപാസ. എന്നാൽ കുടി
കുടിക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്താ പറയാ? ആഗ്രഹിക്കുന്നവൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു ആണ് ട്ടാ. പിപാസു. ഓക്കെ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. എന്നാൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്തു പറയും? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് ബുഭുക്ഷു ആണ്. ബുഭുക്ഷു. ക്ലിയർ? ബുഭുക്ഷു. നെക്സ്റ്റ്, മിതമായി സംസാരിക്കുന്നവൻ. മിതമായി സംസാരിക്കുന്നവൻ. മിതമായി സംസാരിക്കുന്നവൻ. മിതഭാഷി എന്ന് പറയാം, മിതഭാഷി എന്ന് പറയാം, അതുപോലെ തന്നെ വാഗ്മി എന്നും പറയാം. ക്ലിയർ? മിതഭാഷി എന്നും പറയാം, വാഗ്മി എന്നും പറയാം. എല്ലാവർക്കും ഹിതകരമായത്. എല്ലാവർക്കും ഹിതകരമായത് എന്തായിരിക്കും? എല്ലാവർക്കും ഹിതകരമായതിനെ നമ്മൾ പറയാ സാർവജനീനം എന്നാണ്. എന്താണ്? സാർവജനീനം. ക്ലിയർ? സാർവജനീനം. ക്ലിയർ? സാർവജനീനം. നെക്സ്റ്റ്, പാവനമായ ചരിതത്തോടു കൂടിയവൾ. എന്താണ്? പാവനമായ ചരിതത്തോടു കൂടിയവൾ. പാവനമായ ചരിതത്തോടു കൂടിയവൾ എന്തായിരിക്കും പറയാ? പാവനചരിത അല്ലെ? പാവനചരിത. ക്ലിയർ? നെക്സ്റ്റ്, അധികം സംസാരിക്കുന്നവൻ എന്തായിരിക്കും? ആലോചിച്ച് നോക്കട്ടെ. അധികം സംസാരിക്കുന്നവൻ എന്താ അല്ലേ? നമുക്കറിയാം, വാചാലൻ. അധികം സംസാരിക്കുന്നവൻ വാചാലൻ. ക്ലിയർ? നെക്സ്റ്റ് 17ാമത്തത് ഭൂമിയിൽ രുഹമായത്. എന്താണ്? ഭൂമിയിൽ രുഹമായത്. രുഹമായത് എന്താണ്? ഭൂരുഹം. ഓക്കെ, ഭൂമിയിൽ രുഹമായത് ഭൂരുഹം. നെക്സ്റ്റ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളെ എന്താ പറയാ? പിബഡിഷു എന്നാണ് ട്ടോ പറയാ. എന്താ? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളെ നമ്മള് പിബഡിഷു എന്നാണ് പറയാ. എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ? അറിയാൻ ആഗ്രഹിക്കുന്നയാളെ നമ്മള് ജിജ്ഞാസു എന്നാണ് പറയാ. ജിജ്ഞാസു. ക്ലിയർ? അപ്പൊ ഒന്നും കൂടി നോക്കാം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി. എല്ലാവർക്കും ഹിതകരമായത് സാർവജനീനം. പാവനമായ ചരിതത്തോടു കൂടിയവൾ പാവനചരിത. അധികം സംസാരിക്കുന്നവൻ വാചാലൻ. ഭൂമിയിൽ രുഹമായത് ഭൂരുഹം. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബഡിഷു. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. ഒരു 10 കൂടി പഠിച്ചാലോ അല്ലെ? നമ്മള് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. മലയാളമല്ലേ എന്ന് തോന്നിയേക്കാം, പക്ഷെ മലയാളത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപയോഗപ്രദമാക്കുക കേട്ടോ. നെക്സ്റ്റ്, പഠിക്കാനുള്ള ആഗ്രഹം എന്തായിരിക്കും? പഠിക്കാനുള്ള ആഗ്രഹം പിബഡിസ. പഠിക്കാനുള്ള ആഗ്രഹം പിബഡിസ. ഇനി അമ്മ വഴിയുള്ള കുടുംബശാഖ. അതിനെന്താ പറയാ? അമ്മ വഴിയുള്ള കുടുംബശാഖ. അതിനെ തായ് വഴി എന്നാണ് പറയാ. തായ് വഴി. ക്ലിയർ? നെക്സ്റ്റ്, ഗുരുവിന്റെ ഭാവം. എന്താണ്? ഗുരുവിന്റെ ഭാവം. ഗുരുവിന്റെ ഭാവം ഗൗരവമാണ് കേട്ടോ. ഗുരുവിന്റെ ഭാവമാണ്
ഗൗരവം. എന്നാൽ ഗുരുവിന്റെ ഘാതകന് എന്ത് പറയും? ഗുരുവിന്റെ ഘാതകന് നമ്മൾ എന്താ പറയാ? ഗുരുഘാതി എന്നാണ് കേട്ടോ പറയാ. ഗുരുവിന്റെ ഘാതകന് ഗുരുഘാതി എന്ന് പറയും. നയനത്തിന് അഭിരാമമായിട്ടുള്ളത്, നയനത്തിന് അഭിരാമമായിട്ടുള്ളത് എന്തായിരിക്കും? ആലോചിച്ച് നോക്കട്ടാ. നയനത്തിന് അഭിരാമമായിട്ടുള്ളതിനെ നമ്മൾ പറയാ നയനാഭിരാമം എന്നാണ്. നയനാഭിരാമം. നെക്സ്റ്റ്, മോക്ഷം ആഗ്രഹിക്കുന്നയാൾ. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ എന്താ ഇതിനെ പറയാ? സ്പീഡ് വേണമെന്നുള്ളവർക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാട്ടാ. മുമുക്ഷു. ഓക്കെ, മോക്ഷം ആഗ്രഹിക്കുന്നയാൾ. നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ നമ്മൾ മോക്ഷം ആഗ്രഹിക്കുന്നയാൾ. അപ്പൊ നിങ്ങൾ എഴുതി നോക്കാം, മുമുക്ഷു കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു നോക്കാം കേട്ടോ. ദെൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്ത് പറയും? ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. ക്ലിയർ? ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. നെക്സ്റ്റ്, ദൂതന്റെ പ്രവൃത്തി എന്താണ്? ദൂതന്റെ പ്രവൃത്തിയാണ്. ദൂതന്റെ പ്രവൃത്തി എന്താണ്? ദൗത്യം അല്ലെ? ദൂതന്റെ പ്രവൃത്തി ദൗത്യം. നെക്സ്റ്റ് 28ാമത്തത്, ദ്വീപിൽ ജനിച്ചവൻ. ദ്വീപിൽ ജനിച്ചവനെ നമ്മൾ എന്ത് പറയും? ദ്വൈപായനൻ എന്ന് പറയും. ദ്വൈപായനൻ. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ. ശ്രദ്ധിക്കാം. പഠിക്കാനുള്ള ആഗ്രഹം പിബഡിസ. അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഗുരുവിന്റെ ഘാതകൻ ഗുരുഘാതി. നയനത്തിന് അഭിരാമമായിട്ടുള്ളത് നയനാഭിരാമം. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു. ദൂതന്റെ പ്രവൃത്തി ദൗത്യം. ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ. ഓക്കെ, ഒരു 2 കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് ഒരു 30 അങ്ങോട്ട് നിർത്താം. ഓക്കെ, 29ാമത്തത്, കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്തായിരിക്കും? കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ അയാളെ നമ്മൾ എന്താ പറയാ? തിതീർഷു. തിതീർഷു എന്നാണ് പറയാ. 30ാമത്തത്, ആവരണം ചെയ്യപ്പെട്ടത്. ആവരണം ചെയ്യപ്പെട്ടത്. ആവരണം ചെയ്യപ്പെട്ടത് എന്തായിരിക്കും? ആവൃതം അല്ലെ? ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. അപ്പൊ ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്യാണ്. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു. ക്ലിയർ? ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്രയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ തുടർന്ന് സെക്രട്ടേറിയറ്റിന്റെ ടോപ്പിക് വൈസ് ഡിസ്കഷൻസും എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ ഒരു 10 ടോപ്പിക്സ് സെറ്റ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ ക്ലാസ്സുകളും ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോൾഡറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.